2022 Z ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പ് എൻഡ് വരുന്ന ഇപ്പം കറന്റ് ഓട്ടോമാറ്റിക് വരുന്നില്ല. ഇപ്പൊ ഫുള്ള് മാനുവൽ മാത്രമേ ഷോറൂമിൽ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. 22 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് Z ഓട്ടോമാറ്റിക്. എത്ര ഓട്ടം പോയി? 39,000. ഇത്ര അനുഭവം വരുന്നത് പുതിയ ഇപ്പോഴത്തെ പ്രൈസ് ഏതാണ്ട് 19 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. 19 ലക്ഷത്തിനടുത്ത് പുതിയതിന് വില വരുന്നുണ്ട്. അന്ന് ഇതിന് 16 ഉണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നത് 16 മുകളിലുണ്ട്. 16 മുകളിലുണ്ട്. അപ്പോൾ ഇപ്പൊ ചോദിക്കുന്നത് 10,40,000 രൂപയാണ്. ZXi പ്ലസിൽ ഡ്യുവൽ ടോൺ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ മാനുവൽ വേരിയന്റ്. പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ, ലോ കിലോമീറ്റർ ആണ്. 4 വർഷം കൊണ്ട് ഏകദേശം 10 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 4x4. ഓക്കെ, ഇത് എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്? നമ്മളിപ്പോൾ കറന്റ് ചോദിക്കുന്ന പ്രൈസ്. എല്ലാവർക്കും നമസ്കാരം. എന്നത്തെ പോലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. പതിരിക്കുന്ന ഷോറൂം കാസ്റ്റോറി കോഴിക്കോട് ഇരിങ്ങാളം പള്ളിയാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോൺടാക്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ആ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. പലരും കോൺടാക്ട് നമ്പർ എവിടെയെന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിലേ പറയുന്നത്. വീഡിയോ റൈറ്റ് ഓഫ് കോൺടാക്ട് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, മറന്നു പോകണ്ട. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം കുറച്ച് സ്റ്റോക്ക് അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഷെറൂബ് ഭായ്, സ്വാഗതം. നമസ്കാരം. സുഖമല്ലേ? അടിപൊളി ഷർട്ടാണല്ലോ. ഓക്കെ, പിന്നെ ഇപ്പോൾ സ്റ്റോക്ക് അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇപ്പോൾ നമ്മൾ എങ്ങനെ എന്തൊക്കെ ഓഫർ? കുറച്ചായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. പുതിയ ലേറ്റസ്റ്റ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടില്ല. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് വീഡിയോയിലും നമ്മൾ ഇതിൽ തന്നെയുള്ള 2-3 വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. മാക്സിമം നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈസ് ഒന്ന് കുറച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. മാക്സിമം, കാരണം ഇതെല്ലാം നമ്മൾ GST മാറിയതിനു ശേഷം ചെയ്തിട്ടില്ല. നിലവിലുള്ള വണ്ടികളും അതിൻ്റെ പ്രീവിയസ് പർച്ചേസിങ്ങിൽ ഉണ്ടായിട്ടുള്ള വണ്ടികളാണ് ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സ്റ്റോക്കും. അപ്പോൾ ഒന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനും കാര്യങ്ങളും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ GSTൻ്റെ വില അറിയാലോ, മാറ്റം വന്നിട്ടുണ്ട്. മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രൈസിലും എല്ലാ വണ്ടിയുടെ മുകളിലും പ്രൈസിൽ നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, ചെയ്തു കൊടുക്കും. അതെ. ഓക്കെ, 7 സീറ്റർ ഉണ്ട്, കോമ്പാക്ട് SUV സെഗ്മെന്റ് ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുത്തോളൂ. ഞാൻ പുതിയ വണ്ടീൻ്റെ വിലയും വണ്ടി അന്നിറങ്ങുമ്പോഴുള്ള വിലയും ഇവരുടെ വിലയും എല്ലാം പറയും. അതെ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യാം. അത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ നോക്കുക അല്ലേ. നമ്മുടെ ആദ്യ വാഹനം ഒരു ബ്ലാക്ക് ബ്യൂട്ടി ഹ്യുണ്ടായി വെർണ KL 11 കോഴിക്കോട് രജിസ്ട്രേഷനാണ്. ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. അതൊക്കെ കുറച്ചും കൂടി ഫാൻ ബൈസ് വരുന്ന ഒരു ഷേപ്പാണ്. ഈ ഒരു ഷേപ്പ് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് പേഴ്സണലും ഈ ഒരു ഷേപ്പാണ് എൻ്റെ പേഴ്സണൽ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് ഷേപ്പിനെക്കാട്ടും. ഏതാ മോഡലൊക്കെ? ഇത് 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, മാനുവൽ, SX ഓപ്ഷണൽ മാനുവൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് 2018 SX ഓപ്ഷണലാണ്. 6 എയർ ബാഗ്, അലോയ്സ്, പുഷ് ബട്ടൺ, സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ടോപ്പ് എൻഡ് മാനുവൽ പെട്രോൾ മാനുവൽ വാഹനമാണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ 1.6 ആണ് എഞ്ചിന്. മൈലേജ് ഉണ്ടാവുക ഒരു 9 to 12 വരെയൊക്കെ പ്രതീക്ഷ മതി. ഏതാണ്ട് നമുക്ക് പെർഫോമൻസ് വൈസ് ഇതായിരിക്കും ബെറ്റർ ആയിരിക്കും വണ്ടി. അപ്പോൾ അങ്ങനത്തെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ലോ കിലോമീറ്റർ ആണ്, 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? 7,65,000 ആണ് നമ്മളിപ്പം ചോദിക്കുന്ന വില. ഇപ്പം ഇതിന്റെ വില ചോദിക്കുന്നത് 7,65 ആണ്. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? ചെറിയ രീതിയിൽ നോക്കിയിട്ട് ചെയ്തു. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്രയുണ്ട്? 11 ലക്ഷം രൂപയുടെ മുകളിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 11ന്റെ മുകളിൽ അന്നത്തെ വിലയാണ്. വെറും 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്ന് ഈ വണ്ടിക്ക് ഏകദേശം 17.25-18 അടുത്ത് വില വരുന്നുണ്ട് ഈ ഓപ്ഷൻ. പക്ഷേ ഷേപ്പും എല്ലാം മാറി. ആ വില കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വില ഫുൾ ഓപ്ഷൻ ഷേപ്പും എല്ലാം മാറിയിട്ടുണ്ട്. അത് കമ്പയർ ചെയ്യുന്നില്ല. അന്ന് 11ന്റെ മുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ 7,65 ചോദിക്കുന്നു. ഒരു ലോൺ ഒരു 6 അതിന്റെ മേലെ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മഹീന്ദ്ര ഥാറാണ് അടുത്ത വാഹനം. KL 57 കൊടുവള്ളി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക് 2021 ടോപ്പ് എൻഡ് വാഹനം. ഓട്ടോ എത്ര പോയി? 21,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 21,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ്, ക്ലെയിം കാര്യങ്ങൾ ഒന്നും വണ്ടിയിലില്ല. ഫുൾ ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, ലോ കിലോമീറ്റർ ആണ്. 4 വർഷം കൊണ്ട് ഏകദേശം 10 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 4x4. ഓക്കെ,
ഇത് എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്? നമ്മളിപ്പോൾ കറണ്ട് ചോദിക്കുന്ന പ്രൈസ് 14,90,000. നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാം. 14,90 ഡീസൽ ഓട്ടോമാറ്റിക് 2021 മോഡൽ ടോപ്പ് ആൻഡ് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കാറാണ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? അന്ന് 21 സംതിങ് അന്ന് പ്രൈസ് വരുന്നത്. 21 ലക്ഷത്തി സംതിങ് പ്രൈസിങ്. അപ്പോൾ ഇപ്പോൾ ചോദിച്ച വില ഏകദേശം 6 ലക്ഷത്തിന്റെ മുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ താറിന് എത്ര ഉണ്ട്? ഇപ്പോഴും 20 സംതിങ് ഇപ്പോഴും ഇപ്പോഴും വരുന്നുണ്ട്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടും ആ ഒരു 20 റേഞ്ചിൽ തന്നെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ 5 ലക്ഷത്തിന്റെ മാറ്റം അവിടെയും വന്നു കഴിഞ്ഞു അല്ലേ? 5ന്റെ മേലെ. കാർ ഒരിക്കലും ഓവർ പ്രൈസ്ഡ് അല്ല. മാർക്കറ്റിലുള്ള പ്രൈസ് എല്ലാവർക്കും നോക്കാം. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 4-wheel ഡ്രൈവ് ഓട്ടോമാറ്റിക് പ്രൈസ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ലോൺ എത്രയായിരുന്നു? നമുക്കൊരു 14 വരെ കിട്ടും. 13 രൂപ നമുക്ക് 13 രൂപ വരെ 13 രൂപ ചെയ്തു. ഓക്കെ, എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഏറ്റവും ന്യൂ ഷേപ്പ് ബ്രസ്സയാണ്. KL 12 രജിസ്ട്രേഷൻ, റെഡ് ആൻഡ് ബ്ലാക്ക് കളർ. ഏറ്റവും ടോപ്പിൻ്റെ അത് ZXi പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വരുന്നത്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് ZXi പ്ലസ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പോഴും സെയിം ഷേപ്പ് തന്നെയല്ലേ ഇറങ്ങുന്നത്? ഈ കറണ്ട് ഷേപ്പ് തന്നെയാണ്. കറണ്ട് ഷേപ്പ് തന്നെ, ഒരു മാറ്റം വന്നിട്ടില്ല. 22 മോഡൽ, 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ZXi പ്ലസിൽ ഡ്യുവൽ ടോൺ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ മാനുവൽ വേരിയന്റ്. പെട്രോൾ മാനുവൽ ആണ്. 44,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പർ സർവീസാ? ഫുൾ സർവീസ് ഉണ്ട്. ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? വാറണ്ടി എക്സ്റ്റൻഡ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ? 9,90,000. 9,90 ZXi പ്ലസ് മാനുവൽ ബ്രസ്സ ന്യൂ ഷേപ്പ് ആണ്. 9,90 ചോദിക്കുന്നത്. ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങുമ്പോഴോ അന്ന് ഇറങ്ങുമ്പോഴോ എത്ര ഉണ്ട്? അന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 12 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട് അന്നത്തെ പ്രൈസ്. 12-12.25 റേഞ്ചിൽ അന്ന് 2022 വന്നിട്ടുണ്ട് പ്രൈസ്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എനിക്ക് തോന്നുന്നു 13 സംതിങ് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് എക്സാക്ട് എത്രയാണ് ഇപ്പോഴത്തെ കറണ്ട് ഡിസ്കൗണ്ട് എന്നുള്ളത് അറിയില്ല. എന്തെങ്കിലും ഓൺലൈനിൽ നോക്കിയിട്ട് എടുത്താണ്. ഓഫേഴ്സ് ഇങ്ങനെ വരും, ദീപാവലി ഓഫേഴ്സ് അതൊക്കെ പറഞ്ഞിട്ട് വരും. എന്തായാലും 13ന്റെ മുകളിൽ പ്രൈസ് ഇപ്പോഴത്തെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു 3 ലക്ഷം 3.5 ലക്ഷത്തിന്റെ ക്ലെയിം ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടിയിൽ കറന്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നോക്കുന്നവർ താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. നമുക്ക് മൈലേജ് എത്ര കിട്ടും ഇതിന് പൊതുവെ? മൈലേജ് എങ്ങനെയായാലും ഒരു 17 കിലോമീറ്റർ റേഞ്ചിൽ ഹൈബ്രിഡാ? മൈലേജ്. ഓക്കെ, മൈലേജുള്ള 17 പ്ലസ് ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും. ലോണ് നമുക്ക് മാക്സിമം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 8.25 വരെ 8 ലക്ഷം രൂപ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. 8 ലക്ഷം. അടുത്തതാ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ KL 14 കാസർഗോഡ് വാഹനമാണ്. ഒറിജിനൽ കേരള വണ്ടി. ഒരു റീവണ്ടി എക്സ്ചേഞ്ചിലങ്ങാൻ വന്നാലേ എടുക്കുള്ളൂ, അല്ലാണ്ട് എടുക്കുന്നില്ല അല്ലേ? ഓക്കെ, എക്സ്ചേഞ്ച് ഏത് വണ്ടി എടുക്കുക? അതെ, എക്സ്ചേഞ്ച് നോക്കിയിട്ട് ചെയ്യാം. ഏത് വണ്ടി നോക്കി ചെയ്യാം. അപ്പോൾ ഇത് KL 14 ഒറിജിനൽ കേരള ക്രിസ്റ്റ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 Z ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പ് എൻഡ് വരുന്ന. ഇപ്പം കറന്റ് ഓട്ടോമാറ്റിക് വരുന്നില്ല. ഇപ്പൊ ഫുള്ള് മാനുവൽ മാത്രമേ ഷോറൂമിൽ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. 22 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് Z ഓട്ടോമാറ്റിക്. എത്ര ഓട്ടം പോയി? 39,000. 39,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 39,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ലോ കിലോമീറ്റർ ക്രിസ്റ്റയെ സംബന്ധിച്ചൊരു പൂ പറിക്കുന്ന കിലോമീറ്റർ അല്ലേ? അത്രേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ബാക്ക് ബമ്പർ മാത്രം. ബാക്കിലെ ബമ്പർ മാത്രം റീപ്ലേസ്. ഷോറൂം തന്നെയാണ്. ഹിസ്റ്ററി ഉണ്ട്, വേറെ ഒന്നുമില്ല. മേജർ ക്ലെയിം വേറെ ഒന്നുമില്ല. ആകെ ബമ്പർ ബാക്കത്തത് റീപ്ലേസ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, Z ഓട്ടോമാറ്റിക് കേരള ക്രിസ്റ്റ തപ്പുന്നവരുണ്ടെങ്കിൽ റീവണ്ടി ഒരുപാട് കിട്ടും, നല്ല വില കുറവിൽ കിട്ടും. റീവണ്ടി പല വിലക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് കേരള വണ്ടി അല്ലെങ്കിൽ ഈ ലോ കിലോമീറ്റർ വണ്ടി കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും എവിടുന്ന് പോയി വണ്ടി എടുക്കൂല. പലരും കമന്റ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് കേട്ട് ആരും എവിടുന്ന് വണ്ടി എടുക്കൂല, വില അന്വേഷിച്ചിട്ട് എടുക്കൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കേരള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ Z ഓട്ടോമാറ്റിക് എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോൾ 29.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 29.5 ലക്ഷം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? എനിക്ക് തോന്നുന്നു ഒരു 33 ലക്ഷം രൂപയുടെ പ്രൈസ് അന്ന് വന്നിട്ടുണ്ട്. അന്ന് 33 ലക്ഷം വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ 33 ലക്ഷം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ 29 29.5 ലക്ഷത്തി 50,000 രൂപയാണ് ഇപ്പം ചോദിക്കുന്നത്. പുതിയ വണ്ടിയിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല. കൂടാതെ ഇപ്പം മാനുവൽ വണ്ടി ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു 35 ലക്ഷം രൂപ ഇപ്പോഴത്തെ കോസ്റ്റ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ. അതെ, മാനുവൽ വണ്ടിക്ക് 35 ലക്ഷം രൂപ ഇപ്പോൾ വില വരുന്നുണ്ടായിരുന്നു. ഇത് അന്ന് ഇറങ്ങുമ്പോൾ 33.5 ആണല്ലേ? അതെ. ഓക്കെ, അപ്പോൾ 4 ലക്ഷം രൂപയുടെ മാറ്റമാണ് വന്നത്. ലോ കിലോമീറ്റർ ക്രിസ്റ്റയാണ്, സിംഗിൾ ഓണർ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം.
എന്തായാലും ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ എങ്ങനെയായാലും നമുക്കൊരു 26 ലക്ഷം രൂപയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ഏറ്റവും കുറച്ചിട്ടല്ലേ പറയുന്നത് ലോണ്? കാരണം എന്താ പറയുക, നമ്മൾ ലോണിന്റെ കാര്യം പറയുന്ന സമയത്ത് എപ്പോഴും ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള നല്ല ട്രാക്കൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ മാക്സിമം ട്രൈ അല്ല, ഇത്രയും എമൗണ്ട് കിട്ടണമെങ്കിൽ കോമണർ ആയിട്ട് കാര്യമില്ല, അത്യാവശ്യം ട്രാക്കുള്ള ആളാവണം. അതെ അതെ. എങ്ങനെയായാലും ഇത് 26 ലക്ഷം രൂപ 25-26 ലക്ഷം രൂപ നമുക്ക് എങ്ങനെയായാലും ലോണ് നമുക്ക് ട്രൈ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത വാഹനം കിയ സോണറ്റ് ആണ്, ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. അതെ, ഇതിന്റെ തൊട്ടടുത്തൊരു കട്ടിങ് നടക്കുന്നുണ്ട് അല്ലേ? ഭയങ്കര സൗണ്ടാണ് ഇടയ്ക്ക്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ HTX ആണ് വേരിയന്റ് വരുന്നത്, ഡീസൽ മാനുവൽ. 22 ഡീസൽ മാനുവൽ HTX എന്ന് പറയുമ്പോൾ ടോപ്പിന്റെ താഴേക്ക് താഴെ. അതെ അതെ അതെ. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, സീറ്റ് വെന്റിലേഷൻ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് അടക്കമുള്ള ഫീച്ചേഴ്സ് വരുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഡീസൽ മാനുവൽ മൈലേജ് 18 റേഞ്ച് കിട്ടൂലേ? 18 കിലോമീറ്റർ ലോങ് ഡ്രൈവ് ആണെങ്കിൽ 20+ കിട്ടും. 20+ കിട്ടും. ലോങ് ഡ്രൈവ് ഹൈവേയിൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ 20+. മാനുവൽ വണ്ടി ആയതുകൊണ്ട് മൈലേജ് കിട്ടും, നല്ല മൈലേജ് ഉള്ള ഓപ്ഷനാണത്. നമ്മൾ സിറ്റി യൂസിൽ എങ്ങനെയായാലും ഒരു 17-18 കിലോമീറ്റർ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ഓട്ടോമാറ്റിക് മൈലേജ് ചെറിയ മാറ്റം ഉണ്ടാവും. മാനുവൽ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ 20+ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 80,000 കിലോമീറ്റർ ഡീസലിന്റെ ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? ഡീസലിന്റെ ഓട്ടം പോയിട്ടുണ്ട്, പക്ഷേ സിംഗിൾ ഓണർ ആണ്. പ്രോപ്പർ മെയിൻറ്റൈൻഡ് അല്ലേ കമ്പനി? പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആണ്. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് അന്നത്തെ വില ഇന്നത്തെ വില എല്ലാം? ഇത് നമ്മളിപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 9,45,000. 9,45 ഇപ്പോൾ ചോദിക്കുന്നത്. ഡീസൽ മാനുവൽ വാഹനം 2022 83,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? അന്ന് 13 ലക്ഷം രൂപയുടെ ആ ഒരു പ്രൈസിൽ അന്ന് വന്നിട്ടുണ്ട്. 13 ലക്ഷത്തിനടുത്ത് വില വന്നിട്ടുണ്ട് അല്ലേ? 9,45. ഇപ്പോൾ എത്ര ഉണ്ട് പുതിയ വണ്ടി? ഇപ്പോഴും 14 അടുപ്പിച്ചിട്ട് ഇപ്പോഴത്തെ വരുന്നുണ്ട്. 13. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിവിലേക്ക് പറഞ്ഞത് ലോഗോ കാര്യങ്ങൾ മാറിയിട്ട് ഇതൊക്കെ മാറിയിട്ട് വന്നിട്ടുള്ള ഷേപ്പിലാണ്. ഇതിന്റെ പ്രീവിയസ് ഷേപ്പ് വേറെയാണ്, വ്യത്യാസം വരുന്നുണ്ട്. ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ട് ഇതിന്റെ പ്രീവിയസ് ഷേപ്പ് വേറെയും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് വില വ്യത്യാസം വരുന്നത്. അപ്പോൾ 9,45 ഇപ്പോൾ ഇതിന് ചോദിക്കുന്നത്. ഡീസൽ മാനുവൽ ഒരു നല്ല മൈലേജ് ഉള്ള കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ലോൺ ഒരു 8 ലക്ഷം ഒക്കെ മാക്സിമം ചെയ്തു കൊടുക്കും. അടുത്തത് ഒരു അടിപൊളി സെഡാൻ കാറ്റഗറിയാണ്. ഹോണ്ട സിറ്റിയുടെ ഏറ്റവും ലാസ്റ്റ് ഷേപ്പ് വാഹനമാണ്. KL 6 രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഷെയർ ഡീറ്റെയിൽ? 2020 ആണ് മോഡൽ വരുന്നത്. 20 ZX ആണ് ഏറ്റവും ടോപ്പിൻ്റെ വരുന്ന. ZX ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ. ZX ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ആണ് വരിക. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും ലോഡ് ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം വരുന്ന വാഹനം. പെട്രോൾ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര ഓടിയത്? ഇത് 43,000 കിലോമീറ്റർ. 43,000 5 വർഷം കൊണ്ട്. നോർമൽ ഓട്ടം തന്നെയാണ് പോയത്. നോർമൽ ഓട്ടമാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 43,000 കിലോമീറ്റർ ഓടി. 2020 മോഡൽ ടോപ്പ് ആൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. എത്രയാ ഇപ്പോൾ ചോദിക്കുന്നതിന്? 10,40,000. 10,40 അല്ലേ? ഓക്കെ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഏതാണ്ട് 16 രൂപയുടെ മുകളിൽ വരുന്നുണ്ട്. അന്ന് 16 ലക്ഷത്തിന്റെ മേളിൽ വരുന്നുണ്ട്. ഇപ്പം 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ ഇതിന് ഈ ഓപ്ഷൻ എത്ര ഉണ്ട് ടോപ്പിന്? ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു സെമി ഹൈബ്രിഡ് ആയിട്ട്. ഓക്കെ. ബാക്കി ഷേപ്പ് എല്ലാം സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എത്രയാണ് ഇപ്പോൾ വരുന്നത് പുതിയന്? ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ഏതാണ്ട് 19 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. 19 ലക്ഷത്തിനടുത്ത് പുതിയന് വില വരുന്നുണ്ട്. അന്ന് ഇതിന് 16 ഉണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നത് 16 മുകളിലുണ്ട്. 16 മുകളിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് 10,40,000 രൂപയാണ് കട്ടിങ് തുടങ്ങിയത്. 10,40 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 9 വരെ കിട്ടൂല എന്തായാലും. 9 വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റ KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു വൈൻ റെഡ് കളർ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. 19 മോഡൽ വി വേരിയന്റ് ഡീസൽ മാനുവൽ ഓപ്ഷനാണ് വരുന്നത്. മാനുവൽ ആണ് വി ഓപ്ഷൻ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്, പക്ഷേ മാനുവൽ ആണ്. മാനുവൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ വിലയും കൂടി അവൈലബിൾ ആണ്. പറഞ്ഞുതരാം. കിലോമീറ്റർ എത്ര ഓടി? ഇത് 61,000 കിലോമീറ്റർ. 61,000. സിംഗിൾ ഓണർ ആണ്. 61,000 ലോ കിലോമീറ്റർ വണ്ടി എന്ന് തന്നെ പറയാം. ഫുൾ കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ഹിസ്റ്ററി കൊടുക്കാം നമുക്ക്. 6 വർഷം കൊണ്ട് ഒരു സാധാരണ ചെറിയ കാർ ഓടുന്ന ആ ഒരു ഓട്ടെ ഈ ഒരു ക്രിസ്റ്റ ഓടിയിട്ടുള്ളൂ. വലിയൊരു ക്രിസ്റ്റ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 19,90,000.
19,90. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? അന്ന് ഇറങ്ങുമ്പോൾ 25 രൂപ ഏകദേശം ആ സമയത്ത് വന്നിട്ടുണ്ട്. 2019 അല്ലേ? 25 ലക്ഷം ഏകദേശം വന്ന വണ്ടിയാണ്. ഇപ്പോൾ 19,90. 19,90 ഇപ്പോൾ ചോദിക്കുന്നത്. ഏകദേശം 5 ലക്ഷത്തിൻ്റെ മാറ്റം അല്ലേ അന്നത്തെ വിലന്ന്? ഓക്കെ. കേരള വണ്ടി, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇപ്പോൾ ഇതിന് എത്ര വരുന്നുണ്ട്? ഇപ്പം 30 ലക്ഷം ഏതാണ്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ പ്രൈസ്. ഏകദേശം 30 ലക്ഷത്തിലാണ്. 30 ലക്ഷം. പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കുറയാനും മതി. അപ്പോൾ ഏകദേശം 30 ലക്ഷം ഇപ്പോൾ വില വരുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ചോദിക്കുന്നത് 19,90,000 രൂപയാണ്. വണ്ടി തമ്മിൽ സ്പെക്കൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ഫേസ് ലിഫ്റ്റ് മാത്രമാണ് ഇപ്പോഴത്തെ. ചെറിയ ഷേപ്പിൽ മാറ്റം വന്നിട്ടുള്ളൂ അല്ലേ? ബമ്പർ, നമ്മളെ ഈ ഫോഗ് ലൈറ്റ്, ഗ്രില്ല്, അങ്ങനത്തെ ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ ഷേപ്പിലുള്ളതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചോളൂ. 19,90 ചോദ്യം. എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ? ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് നോക്കി. ഓക്കെ. 61,000 കിലോമീറ്റർ ഓടിയ മാനുവൽ വി ഓപ്ഷൻ 2019 മോഡൽ വണ്ടിയാണ്. അടുത്ത വണ്ടിയിൽ ഇതാ അടുത്തൊരു ക്രിസ്റ്റ കൂടി കാണിച്ചു തരാം. വൈറ്റ് കളർ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ട അതേ വണ്ടി അല്ലേ? അതേ മോഡലാണ്. 2022 സെയിം സ്പെക്ക് ആണ്. സെഡ് ഓട്ടോമാറ്റിക്. 2022 സെഡ് ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര പോയി? 67,000 കിലോമീറ്റർ. അതിൻ്റെ ഏകദേശം ഡബിൾ ഓടി അല്ലേ? അത് 31,000 കിലോമീറ്റർ. അതെ, ഇത് 67 ഓടി. രണ്ടും സെഡ് ഓട്ടോമാറ്റിക് 2022 മോഡലാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു അല്ലേ? ഓക്കെ. സെഡ് ഓട്ടോമാറ്റിക് ആണ്. ഇന്ന് 35 ലക്ഷത്തിന്റെ അടുത്ത് വില വരുന്ന വണ്ടിയാണ് അല്ലേ? ഇന്നില്ല, ഓട്ടോമാറ്റിക് ഇല്ല. മാനുവലിന് തന്നെ 35 ലക്ഷം വില വരുന്നുണ്ട് ഏകദേശം. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക് തപ്പി നടക്കുന്നവരുടെ 2 വണ്ടി ഇവിടെ ഓട്ടോമാറ്റിക്കൽ അവൈലബിൾ ആണ്. 2 വൈറ്റ് ആണ്. ടോപ്പ് ആൻഡ് വൈറ്റ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 28,60,000. മറ്റേനേക്കാൾ 1 ലക്ഷം കുറവ് അല്ലേ? അതെ. ഒരു കിലോമീറ്റർ ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം കിലോമീറ്ററിന്. അപ്പോൾ നേരത്തെ കണ്ട ക്രിസ്റ്റനേക്കാൾ 1 ലക്ഷം കുറവാണ്. 28,60 ആണ് ഇതിലിപ്പോൾ ചോദിക്കുന്നത്. 2022 മോഡൽ തന്നെ, സെക്കൻഡ് ഓണർഷിപ്പ്, 60 സംതിങ് കിലോമീറ്റർ ഓടിയ സെഡ് ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റ ഒറിജിനൽ കേരള വണ്ടി. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇല്ല, ആണ് ഏറ്റവും ഇത്. ഓക്കെ. അപ്പോൾ ലോൺ എത്ര? സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമുക്ക് ഫുൾ ഡീറ്റെയിൽ എടുത്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ നേരത്തെ വണ്ടി ചെയ്ത് കൊടുത്ത പോലെ തന്നെ നമുക്ക് ആ ഒരു റേഞ്ചിൽ ചെയ്ത് ഒരു 25-26 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്യാം. വീണ്ടും കിയ സോണറ്റ് തന്നെ, സെയിം കളർ, നമ്മൾ നേരത്തെ കണ്ട സെയിം കളറ്, പക്ഷേ പഴയ ഷേപ്പാണ് അല്ലേ? ബാഡ്ജിങ് പഴയത് വരുന്നത്. 2021 വണ്ടി, KL 28 രജിസ്ട്രേഷനാണ്. 21 3-ാം മാസം അല്ലേ? അതെ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ബാക്കി? സോണറ്റ് HTX തന്നെ. HTX പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ മാനുവൽ X പ്ലസ് ആണ്. നേരത്തെ കണ്ട ഡീസൽ തന്നെയാണ്. സെയിം വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടി. 2021 ആണ് മോഡൽ. കുറഞ്ഞ ഓട്ടാണ്. അതിനേക്കാൾ കുറഞ്ഞ ഓട്ടാണ് അല്ലേ? 21 മോഡല്. 61,000 കിലോമീറ്റർ. അതെ അതെ. 61,000 കിലോമീറ്റർ ഓടിയ ഡീസൽ HTX പ്ലസ് സോണറ്റ്. ടോപ്പിന്റെ GT ലൈനിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. അതെ. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. സൺറൂഫ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ 18-20 റേഞ്ച് മൈലേജ്, ഡീസൽ മാനുവലാണ്. എത്രയാ ഇപ്പോൾ ചോദിക്കുന്നത്? 9,65,000. 9,65 അല്ലേ? അതെ. നമ്മുടെ പുതിയ പറഞ്ഞ എത്രയായിരുന്നു? 13 സംതിങ് സംതിങ് പുതിയ GST കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? 12 സംതിങ് ആ പ്രൈസ് വന്നിട്ടുണ്ട്. 12 സംതിങ്. ഓക്കെ. അപ്പോൾ ഡീസൽ തപ്പിക്കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം അല്ലേ? 2 വണ്ടി ഉണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയും നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടിയും. ഇത് സെക്കൻഡ് ഓണർ. ഇത് 21 ആണ്. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത് 22 ആണ്. സിംഗിൾ ഓണർ. 80,000 ഓടി. ഇത് ഓടിയിട്ടുള്ളത് 61,000. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. എന്തായാലും ലോൺ എത്ര കയറില്ലേ? മാക്സിമം നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഒരൊക്കെ എന്തായാലും പറ്റില്ല. നമുക്കൊരു 7-8 രൂപയുടെ റേഞ്ചിൽ ചെയ്യാം. ടൊയോട്ട അർബൻ ക്രൂയിസർ അടുത്ത വാഹനം. എവിടെ രജിസ്ട്രേഷൻ? KL 76. നന്മണ്ട രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? 2022 മോഡലാണ്. അർബൻ ക്രൂയിസർ പെട്രോൾ മാനുവൽ. 2022 കിലോമീറ്റർ എത്രയായി? 21,000 കിലോമീറ്റർ. 21,000. 3 വർഷം കൊണ്ട് 21,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത്. ഓക്കെ. വേരിയന്റ് വരുന്നത് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ള മിഡിൽ വേരിയന്റ് ആണ് വരുന്നത്. മിഡിൽ വേരിയന്റ് പുഷ്പട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഫീച്ചേഴ്സും അലോയ്സും ഒക്കെ വരുന്നുണ്ട്. അതെ. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. 21,000 45-50 അടുത്ത് വരെ നമുക്ക് ടയേഴ്സ് എന്തായാലും കിട്ടേണ്ടതാണ്. വർഷം ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. 2022 മോഡല് മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. മൈലേജ് ഒരു 11-14 റേഞ്ച് കിട്ടും. ഒരു 15-ന്റെ ഉള്ളിൽ. 15 തന്നെ 11-14 ആ റേഞ്ച് എന്തായാലും പ്രതീക്ഷിക്കാം. ഇതിന്റെ വില 8,90,000.
890 22 മോഡൽ പ്രീമിയം അല്ലേ? ഓപ്ഷൻ വരുന്ന മാനുവൽ ഈ ഒരു അർബൻ ക്രൂസർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഇറങ്ങുന്ന സമയത്ത് 12.5 രൂപ ഏതാണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴെത്ര ഉണ്ട്? ഇപ്പം അതിലെങ്ങാണ്ട് കൂടിയിട്ടുണ്ട്. 13 രൂപയുടെ മുകളിൽ വരുന്നുണ്ട് ഇപ്പം പ്രൈസ്, ഇപ്പോഴത്തെ പ്രൈസ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ പ്രൈസും നിങ്ങൾ അറിയുന്നുണ്ട്. ഓക്കെ, പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വരും. ഓഫർ ഉണ്ടാവും. ചിലപ്പോൾ ഈ പറയുന്ന എമൗണ്ട് ഒന്നും ചിലപ്പോൾ കുറച്ച് കുറയാം. ഓഫർ കാര്യങ്ങളൊക്കെ ഏതാണ്ടുള്ള ഒരു പ്രൈസ് ആണ്. ചെറിയ മരങ്ങളൊക്കെ ഉണ്ടാവും, ഒരു 40,000 50,000 ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കാം മൊത്തത്തിൽ, എന്നിട്ട് ഇത് ചൂസ് ചെയ്യണം, ഇത് യൂസ് ചെയ്യും അല്ലേ? അതെ. ഓക്കെ, അടുത്ത വാഹനം കിയ സെൽട്ടോസ് ആണ്. KL 52 രജിസ്ട്രേഷൻ, ഫസ്റ്റ് ഷേപ്പ് സെൽട്ടോസ് ആണ്. ഇതെങ്ങനെയാ? 2020 ആണ് മോഡൽ. HTK ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ. അതെ, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു 16-17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ഏകദേശം ആ ഒരു മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലോങ്ങിൽ ചിലപ്പോൾ 1-2 കൂടും, കുറച്ചും കൂടി. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ഫസ്റ്റ് ഷേപ്പ് ആണ്. 2020. കിലോമീറ്റർ എത്രയാ? 59. 5 വർഷം കൊണ്ട് അല്ലേ? അതെ, വലിയ ഓട്ടം പോയിട്ടില്ല. ഡീസൽ വണ്ടി 9,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത്. ഇല്ല, നിലവിൽ റീപ്ലേസ് ക്ലെയിമും കാര്യങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. സർവീസ് എല്ലാം ഉണ്ടോ? എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ടല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് പ്രൈസിങ്ങിൻ്റെ നമുക്കിത് ഇപ്പം വന്നിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇത് ചെയ്യുന്നത് കൊണ്ട് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. ശരി, അപ്പം പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാം. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ വിളിച്ചോളൂ. ഡീസൽ ഓട്ടോമാറ്റിക് സെൽട്ടോസ് ആണ്. പുതിയന് എനിക്ക് വന്ന് 20,000 അടുത്ത് പുതിയനുണ്ട് തോന്നുന്നു അല്ലേ? ഇപ്പോഴത്തെ പ്രൈസ് 20 വരുന്നുണ്ട് ഏകദേശം. അതെ, ഓക്കെ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 14-13 രൂപ ആ റേഞ്ചിൽ പ്രൈസ് വന്നിട്ടുണ്ട്. പ്രൈസ് ഏകദേശം അന്നത്തെ. ഓക്കെ, അപ്പോൾ പ്രൈസ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരും. അടുത്ത വണ്ടി. അടുത്തതും ഒരു ക്രിസ്റ്റയാണ്, വൈൻ റെഡ് കളർ തന്നെ. KL 11 രജിസ്ട്രേഷൻ. ഇത് KL 11 11 ഒറിജിനൽ കേരള വണ്ടി. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് പെട്രോൾ ക്രിസ്റ്റയാണ് അല്ലേ? കോമൺ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല, റെയർ ആണ് വണ്ടി. ഓക്കെ, ഇപ്പോൾ ഡീസൽ മാനുവൽ മാത്രമേ ഉള്ളൂ. ഡീസൽ മാനുവൽ, ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് Z ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. ഏതാ മോഡൽ? 2016 ആണ് മോഡൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, 97,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 97,000, അതായത് ഈ 9 വർഷം കൊണ്ടാണ് 97,000 ഓടിയത്. പെട്രോൾ വണ്ടിയുടെ സാധാരണ ഓട്ടം തന്നെ. അതെ, നോർമൽ ക്രിസ്റ്റ പെട്രോൾ എഞ്ചിനാണ് അല്ലേ? ഭയങ്കര സ്മൂത്ത് ആണ് വണ്ടി, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര സോഫ്റ്റ് ആണ്. ഈവൻ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും റണ്ണിങ്ങിലാണെങ്കിലും ഒരു ഡീസൽ എഞ്ചിൻ്റെ നോയ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈബ്രേഷനോ, ക്രിസ്റ്റ പൊതുവേ അങ്ങനെ വൈബ്രേഷൻ ഇല്ല. പക്ഷെ എന്നാൽ പോലും ഒരു ഡീസൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആണ് വണ്ടി. 2.7 അല്ലേ? 2.7 ആണ് എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആണ്, ഓടിക്കാൻ ഭയങ്കര രസമാണ്. പെട്രോളിൽ ടോപ്പ് തന്നെ അല്ലേ? 2.7. അതെ, അതൊക്കെ ഡീസലിലേക്ക് വരുമ്പോൾ 2.8 കൂടെ ഉണ്ട് അല്ലേ? ഡീസൽ അത് 2019 ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ 2.4 മാത്രം വന്നു. ഇത് ക്രിസ്റ്റ പെട്രോൾ സെയിം ഒറ്റ എഞ്ചിനെ വന്നിട്ടുള്ളൂ. 2.7 മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ. അത്രയും സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി. നിങ്ങളിപ്പോൾ ഒരു MG ഹെക്ടർ പ്ലസ് ഒക്കെ എടുക്കാതെ, ഇതിപ്പോൾ നമ്മൾ ഒരു എബ്രോഡുള്ള ഒരു ഗൾഫ് കസ്റ്റമറെ കാണുന്നുണ്ടെങ്കിൽ അവർ നാട്ടിൽ വരുന്ന സമയത്തുള്ള ഒരു വെക്കേഷനിലുള്ള യൂസ് പർപ്പസ് കാണുന്നുണ്ടെങ്കിൽ മൈലേജിന്റെ വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. മൈലേജ് എങ്ങനെ പോയാലും ഒരു 7-8 പ്രതീക്ഷിച്ചാൽ മതി. 7-8 റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഡീസൽ കസ്റ്റൊക്കെ തന്നെ 10 to 12 ലോങ് ഡ്രൈവ് ഒരു 12, സിറ്റിയിൽ ഒരു 10 കിലോമീറ്റർ ആണ് ഏകദേശം. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 6-7-8 ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ 7-8 ഏകദേശം. ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. KL 11 രജിസ്ട്രേഷൻ ആണ്, ഫാൻസി നമ്പർ ആണ്, 4 പുതിയ ടയേഴ്സ് വരുന്നുണ്ട്. ഒന്നും ചെയ്യാനല്ലോ അല്ലേ? പാർട്ടിക്ക് പക്ക വണ്ടി. ഫുള്ള് അത്യാവശ്യം നീറ്റാണ് വണ്ടി, നല്ല വണ്ടി. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? 14,90,000. 14,90,000 ഇപ്പോൾ ഇതിന് ചോദിക്കുന്നത്. 2016 Z ഓട്ടോമാറ്റിക് പെട്രോൾ ക്രിസ്റ്റ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? അന്ന് ഇറങ്ങുമ്പോൾ 26 ലക്ഷത്തി സംതിങ് ഉണ്ട്. 26-ന് മുകളിൽ അന്ന് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുമ്പോൾ വില ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 ലക്ഷത്തിന്റെ മാറ്റം വന്നു കഴിഞ്ഞു. ഏതാണ്ട് ആ ഒരു പ്രൈസിൽ വേരിയേഷൻ വന്നു. ഓക്കെ, ഇപ്പോൾ പെട്രോൾ തീരെയില്ല, അതിനോട് ഓട്ടോമാറ്റിക് ഇല്ല. ഇപ്പോൾ ഡീസൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ക്രിസ്റ്റയാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ക്രിസ്റ്റ ഉണ്ടോ? ഈ സെയിം കളറിൽ തന്നെ. അപ്പോൾ നമുക്ക് മഴ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഴ ഇല്ലായിരുന്നു. ഇപ്പം മഴ വണ്ടി പുറത്താണുള്ളത്. ഓക്കെ, ഈ സെയിം കളറിൽ തന്നെയുള്ള 2019 മോഡൽ വരുന്ന G4 ഓട്ടോമാറ്റിക് വണ്ടി നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. G4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. G4 ഓട്ടോമാറ്റിക് ഇതേ കളർ അല്ല? സെയിം കളർ. സെയിം കളറിലുള്ള G4 ഓട്ടോമാറ്റിക് ഡീസലാണ്. 1,47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2.8 ആണ്
അത് വരുന്നത്. 2.8 ഏറ്റവും ടോപ്പ് ഉണ്ട്. 2.8 വരുന്ന വാഹനമാണ്. ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. എത്രയാണ് അതിന് ചോദിക്കുന്നത്? 17,90,000. 17,90,000 രൂപ അല്ലേ? ഓക്കെ. 147 ഓടിയിട്ടുണ്ട്. മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഈ സെയിം കളറിലുള്ള ഡീസൽ G4 2.8 ഓട്ടോമാറ്റിക്. അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തൽക്കാലം നമ്മൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം അല്ലേ? അതെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇപ്പം നിലവിലില്ലാത്തൊരു വാഹനമാണ്. പോളോ GT ആണ്. GT ഏതാ മോഡൽ? ഇത് GT ഓട്ടോമാറ്റിക് 2020 ആണ് മോഡൽ വരുന്നത്. 1 ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ എഞ്ചിനാണ്. പഴയ GT ആണ് 1.2 ആണ്. ഇത് 1 ലിറ്റർ TSI ഓട്ടോമാറ്റിക്. ഓക്കെ, ടർബോ എഞ്ചിനാണ് വരിക. ടോർക്ക് കൺവെർട്ടർ ആണ്. ഗിയർ ബോക്സ് പഴയതിലാണ് DSG ഗിയർ ബോക്സ്. 2020 മുന്നേ 19 ആ സമയത്ത് DSG ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതിന് ശേഷം കുറച്ച് കാലം ഇറങ്ങിയിട്ടുള്ളൂ പോളോ. അതിൽ 1 ലിറ്റർ എഞ്ചിനിൽ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സിലാണ് വരുന്നത്. എത്ര ഓട്ടം? 54,000 കിലോ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ 54,000. 2020 മോഡൽ. ഓക്കെ, GT ആണ് ഓട്ടോമാറ്റിക് വണ്ടി. ടോപ്പ് എൻ്റെ അന്നത്തെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 9,25,000. 9.25 ലക്ഷം രൂപയാണ് ഇപ്പൊ ചോദ്യം. അതെ. ഇതിന്റെ ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ പോളോ അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പോളോ ആയാലും ലിയോ ആയാലും ഇങ്ങനത്തെ വണ്ടികളൊക്കെ. അതിൽ GT എസ്പെഷ്യലി GT ഓവർ വണ്ടികൾ വന്നിട്ടില്ല. എന്നാലും പ്രൈസ് നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും? ചെറിയ രീതിയിൽ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. മാനേജ് ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ചെയ്യാം. ലോൺ ഒരു 8 ലക്ഷം കിട്ടും. 7.5 കിട്ടും. 7.5. നമ്മൾ പ്രീവിയസ് ഇതിന് മുന്നേ നമ്മളൊരു കസ്റ്റമറിന് ലോണിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഏതാണ്ട് ഒരു 7 ലക്ഷം 7.5 ലക്ഷത്തിൻ്റെ അടുത്ത് ലോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിച്ചത് 9.25 9.25. 9,25,000 ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്മൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും വേറെ വണ്ടികളുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. മിനി കൂപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലേക്ക് പോരട്ടെ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.